നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വാസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശുബ്രാൻ ചെന്നപ്പോൾ നിരവധി ജനങ്ങളെ കണ്ട് അവരിൽ മനസ്സലഞ്ഞ് രോഗികളായവരെ സൗഖ്യമാക്കി. സന്ധ്യയായപ്പോൾ അവന്റെ ശിഷ്യന്മാരടുത്തിയെന്ന് ഇത് വിജനപ്രദേശമാകുന്നു, നേരവും വൈകി ഗ്രാമങ്ങളിൽ ചെന്ന് തങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പുരുഷാരത്തെ പിരിച്ചുവിടേണ്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ അവരോട്, ഇവർ പോകണമെന്നില്ല, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ, ഇവിടെ 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല എന്ന് പറഞ്ഞു. യേശുബ്രാൻ അവരോട്, അത് ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഭക്ഷണത്തിരിപ്പാൻ കൽപ്പിച്ചിട്ട് ആ 5 അപ്പവും 2 മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് തന്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാർ പുരുഷാരങ്ങൾക്ക് വിളമ്പുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ടകളിൽ നിറച്ചെടുക്കുകയും ചെയ്തു. ഭക്ഷിച്ച ആളുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ 5000 പേരുണ്ടായിരുന്നു. അനന്തരം അവൻ പുരുഷാരത്തെ പിരിച്ചുവിടുന്നതിനിടയ്ക്ക് ശിഷ്യന്മാരോട് ഉടനെ വഞ്ചിൽക്കാരി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. പുരുഷാരത്തെ പിരിച്ചുവിട്ടതിനു ശേഷം പ്രാർത്ഥിപ്പാനായി അവൻ തന്നെ പർവ്വതത്തിൽ കയറിപ്പോയി. സന്ധ്യയ്ക്ക് ശേഷവും അവൻ അവിടെ ഏകാകിയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.